BF ഗെയിം പ്ലേയിലേക്ക് എല്ലാവർക്കും വന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മൊബൈലിലും PC യിലും കളിക്കാൻ പറ്റുന്ന 4 ഗെയിംസിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഗെയിംസ് എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യ വേഴ്സ് 3D. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒത്തിരി ചീക്കോടും കേരളമൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ അതിന് നമ്മൾ 10 നമ്മൾ 7 മാർക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം മൊബൈലിലും PC യിലും നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചീക്കോടും കേരളമൊക്കെ നല്ലോണം അടിക്കാം. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ PC യിലും മൊബൈൽ നല്ല കിണ്ണം കാഴ്ചയും ഗ്രാഫിക്സ് ആയിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 9,000 മാർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മളെ മൈൻക്രാഫ്റ്റിന്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ഗെയിം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഗെയിം എന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ അതിനകത്ത് നമുക്ക് പുതിയ പുതിയ ബസ് എടുക്കാം, പേരെടുക്കാം, പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ചെയ്യാം. അപ്പോൾ അതിന് നമ്മളൊരു 10 കൊടുക്കാം മാർക്ക്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടുത്ത ഗെയിം എന്ന് വെച്ചാൽ ദ ഷൂട്ടിംഗ് ഓഫ് ദ സിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെന്ന് വെച്ചാൽ അത് നല്ല ഗ്രാഫിക്സാണ്. നല്ല ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ നല്ല PC എന്ന് വെച്ചാൽ PC കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓക്കെ നല്ല ഗ്രാഫിക്സ് ഉണ്ട്. നല്ലതെന്ന് വെച്ചാൽ നല്ല ഗ്രാഫിക്സ്. ഇപ്പോൾ മൊബൈലിലും കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു 8 മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്നത് നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. പക്ഷേ എല്ലാം നല്ല ഗെയിംസാണ്. ഓക്കെ, നമ്മളെ മൊബൈലിൽ കളിക്കാൻ നല്ല മൊബൈലും PC യിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഗെയിംസ് കളിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്ത്യ ബൈക്സ് എന്ന് വെച്ചാൽ ഒത്തിരി ചീക്കോഡ് കാര്യങ്ങളൊക്കെ അടിക്കാം. പിന്നെ മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വീടും കാഴ്ച ബിൽഡിങ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. എന്നാൽ നമുക്ക് പുതിയ ആപ്പ് എടുത്തിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ കയറ്റാം, പേര് മാറ്റാം, കളർ മാറ്റാം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഷൂട്ടിംഗ് ഓഫ് ദി ഗെയിംസ് എന്ന് വെച്ചാൽ നമ്മളൊരു എനിമിയെ ഷൂട്ടിങ് ചെയ്യുന്നൊരു ഗെയിമാണ്. അതിനകത്ത് നമുക്ക് ഒത്തിരി മോഡും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കാം. അതിനകത്ത് സോംബി ഇട്ട് കളിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ഗെയിമുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ഇത്രയുള്ള അടുത്തൊരു ലൈക്ക് കാണാം. അതിന് മുമ്പ് നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ വേറൊരു പുതിയൊരു ഗെയിംസ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.